ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയത്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല ലൈനറാണ്, ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭം കാണിക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. അടുത്ത സർവീസിൽ നമുക്ക് കൂടുതലായിട്ട് തോന്നാമെന്നുണ്ടെങ്കിൽ ആ സർവീസിൽ നമുക്ക് അടുത്ത സർവീസിൽ കയറ്റുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. കാരണം നിലവിൽ അതിൻ്റെ വീലിൻ്റെ ആക്സിലിനൊക്കെയാലും വേറെ പ്ലേയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാം, എന്നിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ, ക്ലച്ച് ഭാഗം നമ്മൾ അയക്കുന്നുണ്ട്. എയർ ഫിൽട്ടർ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. നമുക്ക് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് വരാം. ഹീറോൻ്റെ കമ്പനി ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ. നിലവിൽ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി ആയാലും ബോസ് ഡ്രൈവ്, റോളർ ആ യൂണിറ്റ് ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റാണത്. അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്. ക്ലച്ച് CVT ക്ലച്ചിൻ്റെ മൂവിങ് പാർട്സ് കൂടുതലുള്ളൊരു യൂണിറ്റാണ്. ആ ക്ലച്ച്, വെയിറ്റ് സെറ്റ്, റോളർ പിന്നെ അടക്കമൊക്കെ വന്ന യൂണിറ്റ്. അതിൻ്റെ പെർഫോമൻസ് വയ്ക്കുമ്പോൾ അത് ഓക്കെയാണ്. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് ഹെഡിൻ്റെ അവിടെ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഓക്കെയാണ്. നിലവിൽ ആക്സിലേറ്റർ കേബിളും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണതുകൊണ്ടാണ്. ബാക്ക് വീലൊക്കെ ഇട്ടതിന് ശേഷം ഫ്രണ്ട് കൂടി അഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ബ്രേക്ക്, ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ബാറ്ററി ഓൾറെഡി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. നമ്മൾ 2 പ്രാവശ്യം കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നതാണ് സർവീസുകളിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 1265 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റിക്കോളാനുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് വയ്ക്കുന്ന ബാറ്ററി 2 വർഷം വാറണ്ടിയുള്ള ആമറോൺ എന്ന് പറഞ്ഞ ബാറ്ററിയാണ് വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് ക്ലിയറായിട്ട് നമുക്ക് കിട്ടിക്കോളും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലൈറ്റിൻ്റെ അസംബ്ലി നമുക്ക് മാറുന്നുണ്ട്. അത് കളർ ഫേഡായി പോയിട്ടുണ്ട്. ആ ഗ്ലാസിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫേഡായിട്ട് നമുക്ക് വെട്ടം കുറവ് പോലെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററും സംഭവിച്ചാണ് അത് തന്നെ. അത് കോമൺ ആയിട്ട് ഡ്യൂറ്റ് മോഡലിലൊക്കെ വന്നതാണ് കേട്ടോ. കാരണം ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കുറേ നമുക്ക് ആ വെയിലത്തൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഫേഡായി പോകുന്ന പ്രോബ്ലം ഉണ്ട്. ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇൻഡിക്കേറ്ററും ഉണ്ട്, ഹെഡ്ലൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോയിക്കോളും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് ചെക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞിരുന്നു. പക്ഷേ അത് നമുക്ക് കിടക്കുന്ന പ്ലഗ് പുതിയ പ്ലഗ്ഗാണ്. തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എൻജിൻ ഓയിൽ മാറണുണ്ട് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ബാക്കിലത്തെ ഈ ഫില്ലർ ക്യാപ്പിൻ്റെ അവിടെ വന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ അത് മാറ്റുന്ന കേസ് പറഞ്ഞിരുന്നു. പക്ഷേ അത് നമുക്ക് അത് മാത്രമായിട്ടല്ല തന്നെ അസംബ്ലി യൂണിറ്റ് ക്യാപ്പ് ഫില്ലർ ഫുൾ അസംബ്ലി ആയിട്ട് വരാം. 687 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം. അതിനകത്ത് നമുക്ക് തന്നെ ഫുൾ ഫില്ലിങ് ഗ്യാപ്പും ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങൊക്കെ അടക്കം അങ്ങനെ ഫുൾ സെറ്റായിട്ടാണ് വന്നത് കേട്ടോ. ഇതേ രീതിയിലാണ് വരാൻ. അപ്പോൾ അതും കൂടി മാറ്റിയാലാണ് അത് കിട്ടുള്ളൂ. കാരണം മറ്റേത് പാർട്സ് മാത്രമായിട്ട് അവൈലബിൾ അല്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണമെന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വണ്ടിക്ക് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതിൻ്റെ വർക്ക് ബാക്കിയത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ എസ്റ്റിമേറ്റിനകത്ത് ഓൾറെഡി ഇതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയണത്. ഇപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, വീഡിയോ കണ്ടിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ.